ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അൽഫാം മന്തിയുടെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നന്നായി വിനാഗിരിയും ഉപ്പൊക്കെ വെച്ച് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് ഒരു ഫോർക്ക് വെച്ച് നമ്മൾ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ അതിലെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ അറബിക് മസാല 1 ടേബിൾ സ്പൂൺ അറബിക് മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഓയിൽ ഒഴിക്കും, ഒരു 1/4 കപ്പോളം ഓയിൽ ഒഴിക്കും. പക്ഷേ ഇവിടെ വളരെ കുറച്ച് മാത്രം ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് മാഗി ക്യൂബ്. 2 പീസ് മാഗി ക്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. മാഗി ക്യൂബ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. പക്ഷെ അതത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ല. എന്നാലും നമുക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗി ക്യൂബ് ചേർക്കുന്നത്. ഞാനൊരു പാക്കിൽ 2 പീസ് മാഗി ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് വെക്കണം. ഇത് തേച്ച് വെച്ചിട്ട് നമുക്കൊരു 2-3 അവേഴ്സ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിരിക്കും. ഇതിൻ്റെ കൂടെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് വീഡിയോക്ക് എടുക്കുമ്പോൾ ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എത്രത്തോളം ഹെൽത്തി ആക്കാൻ പറ്റുമോ അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് ഞാൻ എയർ ഫ്രയറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. എയർ ഫ്രയർ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഹെൽത്തി ആയിട്ട് ഓയിലിൻ്റെ അളവ് കുറച്ച് നമുക്ക് ഇങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ, ചിക്കനൊക്കെ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. എയർ ഫ്രയറിൽ ആദ്യം നമ്മൾ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കന് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മുകളിലും ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് ഒരു സൈഡിൽ കുക്ക് ചെയ്യുക. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ചിക്കനെ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടെ ഒരു 20 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് വരും. ഇനി നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യാം. റൈസ് ഞാനൊരു 2 കപ്പ് ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. റൈസ് നന്നായിട്ട് കഴുകി ഒരു 15 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നന്നായി പഴുത്ത ഒരു വലിയ തക്കാളി, അതിൻ്റെ കൂടെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായി അരച്ച് പേസ്റ്റാക്കി അവിടെ മാറ്റി വെക്കാം. റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചോറുണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുറച്ച് കുരുമുളക്, കുറച്ച് മല്ലി, പിന്നെ ഒരു ഉണക്കനാരങ്ങ, ഒരു ബേ ലീഫ്, ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്. അത് ഓയിലിലേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മളൊരു സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും, ഒരു ചെറിയ ക്യാപ്സിക്കം കുഞ്ഞാക്കി അരിഞ്ഞെടുത്തതും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുവരെ ഒരു 5 മിനിറ്റോളം നമ്മൾ ചെറിയ തീയിലിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സവോളയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റൈസിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീസ് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിക്കൻ്റെ മസാലയാണ്. നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് മസാല പാത്രത്തിലുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ടൊമാറ്റോ പ്യൂരി ഈ ഓയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അപ്പോൾ നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് ഒരു വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു പിടി മല്ലിയില നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ 3 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന രീതിയിലാണ് വെള്ളം എടുക്കുന്നത്. ഈ വെള്ളം തന്നെ ഞാൻ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്ത് എയർ ഫ്രയറിലാണല്ലോ. അപ്പം ആ എയർ ഫ്രയറിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ അളന്നെടുക്കുന്നുണ്ട്. അതിൻ്റെ ഓയിലൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഫ്രയറിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും അളന്നെടുത്താണ് എടുക്കുന്നത്. ബാക്കി ചൂടുവെള്ളം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ റൈസിൻ്റെ മുകളിലേക്ക് നമുക്കിത് നിരത്തിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കത് ചാർക്കോൾ വെച്ച് സ്മോക്ക് ചെയ്തെടുക്കാം. സ്മോക്ക് ചെയ്തെടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ മന്തി റൈസിന് കിട്ടുന്നത്. ചിക്കനും മന്തി റൈസിനും ഒക്കെ ഒരു സ്മോക്കി ഫ്ലേവർ നമ്മുടെ സാധാരണ മന്തിക്ക് കിട്ടുന്ന പോലത്തെ ഒരു സ്മോക്കി ഫ്ലേവർ തന്നെ കിട്ടും. ഇനി നമുക്ക് കുറച്ച് സാധാരണ മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ഗ്രീൻ ചില്ലീസ് കുത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചാർക്കോളും കൂടെ കത്തിച്ച് വെച്ച് സ്മോക്ക് ചെയ്തെടുക്കാം. സ്മോക്ക് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ അങ്ങനെ അടച്ച് വെക്കണം. അപ്പോഴാണ് ആ സ്മോക്കിൻ്റെ ഫ്ലേവർ ചിക്കനിലേക്കും റൈസിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് മന്തിയുടെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്താണ് നമ്മുടെ മന്തി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ആദ്യം തന്നെ ചിക്കനൊക്കെ മാറ്റി വെച്ച് ഈ ഗ്രീൻ ചില്ലീസൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ അൽഫാം മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മയോണൈസിൻ്റെയും പിന്നെ നല്ല ടൊമാറ്റോ ചട്നിയുടെയും കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ടൊമാറ്റോ ചട്നി അങ്ങനെ ഉണ്ടാക്കാറില്ല. നമ്മുടെ ഇവിടെ കുട്ടികൾക്ക് മയോണൈസ് മാത്രമാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ നമ്മൾ അത് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇനി നമുക്ക് മയോണൈസിൻ്റെ റെസിപ്പി നോക്കാം. ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്തതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് പാല്, ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പൊട്ടറ്റോ കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ അധികം ഓയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വളരെ കുറച്ച് ഓയിലിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് നന്നായിട്ട് അടിച്ച് ഒരു പാത്രത്തിലാക്കി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുമ്പം അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും കൂടെ തിക്കായിട്ട് വരും. പിന്നെ നമുക്ക് മന്തിയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് തിക്കായിട്ടുള്ള മയോണൈസിൻ്റെ ആവശ്യമില്ല. കുറച്ച് ലൂസായിട്ടുള്ള മയോണൈസാണ് മന്തിയിലേക്ക് ഏറ്റവും നന്നായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച്.